വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ എന്ത് ഈ ഡോറിൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നതെന്ന്. ഗൈസ്, ഞങ്ങൾ റൂം മാറാൻ പോകുന്നു ഗൈസ്. ഇതാണ് ഞങ്ങളുടെ പുതിയ റൂം. ഞങ്ങൾ അവിടെ കിടന്നിട്ട് ഉറക്കമേ വന്നില്ല ഗൈസ്. അവിടെ ഫുള്ള് ചൂടെന്ന് വെച്ചാൽ ചൂട് ഗൈസ്. എത്ര ഫാൻ കൂട്ടി വെച്ചാലും ചൂടെന്ന് വെച്ചാൽ നമുക്ക് രാത്രി ഉറങ്ങാൻ പോലും പറ്റാത്ത ചൂട്. ജനലൊക്കെ തുറന്നിട്ട് കതക് തുറന്നിട്ട് പുറത്തിന്ന് വരെ കാറ്റ് വരുമെന്ന് വിചാരിച്ചിരുന്ന് രാത്രി ഉറക്കം ഒന്നും വന്നില്ല ഗൈസ്. പിന്നെ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് വേറെ റൂമിൽ പോയി ഫ്രഷായിട്ട് ഞങ്ങൾ മലയാളം മാസമുണ്ട് രാവിലെ 9 മണിക്ക് സ്റ്റാർ ചർച്ചിൽ. നമ്മളവിടെ നിന്ന് മാസം കണ്ട് പിന്നീട് നമ്മൾ താഴെ പോയി ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു. നമ്മൾ കുറേ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് നമുക്ക് കൊണ്ടുപോകണം. ഞങ്ങളെന്നും ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും ബിരിയാണി ചെയ്യാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ചെയ്യുന്നതാണ് കുറച്ച് പ്രശ്നം. ഇപ്പം ഗ്യാസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വിറകടുപ്പിലാണ് കുക്ക് ചെയ്യേണ്ടത്. പിന്നെ അവിടെ അവർ ഇടയ്ക്കൊക്കെ വന്ന് വൃത്തിയാക്കി ഇടാറുണ്ട്. ചിലരൊക്കെ വീണ്ടും അവിടെ തന്നെ വേസ്റ്റ് വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട്. പക്ഷെ നമ്മളവിടെ വൃത്തിയാക്കിയെടുത്താണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ അവിടെ ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ വന്ന് നോക്കാറുണ്ട്. ഫുള്ള് വൃത്തിയൊക്കെയാണ്. ചിലർ മാത്രമാണ് പ്രശ്നം. അപ്പം നമ്മൾ വൃത്തിയുള്ള അടുത്ത് നോക്കിയാണ് പോണത്. നമ്മൾ വിറകടുപ്പല്ലേ ഇനിയിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് നമുക്ക് പിന്നെ ഞങ്ങളിവിടെ വന്നിട്ടാണ് കുറച്ച് പാത്രമൊക്കെ വാങ്ങിച്ചത്. നമ്മളവിടെ നിന്ന് ഇങ്ങനെ എല്ലാം കൊണ്ടുവരാൻ പറ്റത്തില്ല ഗൈസ്. കുറേ ലഗേജായി പോകും. പിന്നെ തൂക്കാനും പാടാണ്, നല്ല വെയിറ്റ് കാണും. സോ നമ്മളിനി കുക്കിങ്ങിലോട്ട് പോകാം. നമ്മൾ സാധനങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയും കുറേ ഉണ്ട്, പക്ഷേ അത് എടുത്തില്ല. പിന്നെ ഗൈസ്, നമ്മൾ ചിക്കൻ ഇതാ ഇവിടെ വേവിക്കാൻ വെച്ചിരിക്കുന്നു. ഞങ്ങൾ ചിലപ്പോഴൊക്കെ ചിക്കൻ സെപ്പറേറ്റും ചോറ് സെപ്പറേറ്റ് ആയിട്ടാണ് വേവിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ഇന്നിനിപ്പോൾ വിചാരിച്ചാൽ അങ്ങനെ എല്ലാം ചെയ്യാമെന്ന്. കഴിഞ്ഞ നമ്മുടെ കൊഞ്ചിൽ അങ്ങനെയാണ് ചെയ്തത്. കൊഞ്ചിൽ നമ്മൾ ഇനി നമ്മൾ കുഴിമന്തി ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ നടക്കുമെന്നൊന്നും അറിഞ്ഞൂടാ ഗൈസ്. എന്നാലും നമുക്ക് ശ്രമിക്കാം. ഇനി അതൊക്കെ നെക്സ്റ്റ് വീഡിയോയിലല്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ ഗൈസ്. ഞാൻ പോയത് എപ്പോഴായിരുന്നു അറിയാൻ വയ്യ ഗൈസ്. 19 പക്ഷെ നിങ്ങൾക്ക് ഈ വീഡിയോ വരുമ്പോഴത്തേക്കും ലേറ്റ് ആവും കേട്ടോ ഗൈസ്. എനിക്ക് എഡിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ചായ കുടിച്ചിട്ട് നേരെ ഞങ്ങൾ അവിടുത്തെ മ്യൂസിയത്തിലോട്ട് പോയി ഗൈസ്. അവിടെ ഒരുപാട് ആൾക്കാർ നേർന്നിട്ട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തെങ്കിലും മോതിരമോ അങ്ങനെ എന്തെങ്കിലും സ്വർണ്ണത്തിലോ വെള്ളിയിലോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവയ്ക്കാറുണ്ട്. സോ അതവിടെ മൊത്തത്തിൽ നിറച്ച് ഒരുപാടുണ്ട്. പിന്നെ അവിടെ ചിലയിടത്തൊന്നും വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല. പക്ഷേ ഇത് ഞാൻ എങ്ങനെയോ വീഡിയോ എടുത്തു. ചില സ്ഥലത്തൊന്നും വീഡിയോ എടുക്കാൻ നമ്മളെ സമ്മതിക്കത്തില്ല. പിന്നെ അവിടെ തന്നെ കുറേ പ്ലേസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇടുന്ന വീഡിയോയിലൊന്നും പലതും കാണാത്തത്. നമുക്ക് അവിടെ കയറുമ്പോഴത്തേക്കും വീഡിയോസും ഫോണും ഫോട്ടോസും ഒന്നും അലൗഡ് അല്ല. അപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല ഗൈസ്. അതുകൊണ്ടാണ് അവിടെ അവരുടെ പേരും അവർ താങ്ക്സ് പറയുന്നതൊക്കെ അവരത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. അതായത് തെലുങ്കിലുണ്ടായിരുന്നു, ഇംഗ്ലീഷിലുണ്ടായിരുന്നു, തമിഴിലുണ്ടായിരുന്നു, മലയാളത്തിലുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വന്നിങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ കുറേ ഉണ്ടായിരുന്നു ഗൈസ്. നമ്മൾ ചുറ്റിന് നടന്ന് ക്ഷീണിച്ച്. പിന്നെ നമ്മുടെ അവിടുത്തെ പള്ളിയുടെ ഫസ്റ്റിലത്തെ പിക്ചർ ഉണ്ടായിരുന്നു. പിന്നീട് അതെങ്ങനെയാണ് ബിൽഡ് ചെയ്ത് വന്നതെന്ന് ഇത് കൊടുത്തിട്ടുണ്ട്. ഓരോ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഓരോ വർഷത്തെ ഓരോ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അവർ. അങ്ങനെ ഇതുണ്ടായിരുന്നു. പിന്നെ മദർ തെരേസയുടെ ഒന്നിൻ്റെയൊക്കെ കുറേ ഫോട്ടോ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ഫോട്ടോസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഇതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇതാണ് കണ്ടോ. പിന്നെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. എല്ലാം ക്ലിയറായിട്ട് നമുക്കവിടെ വായിക്കാം. അവിടെ എത്ര നേരം വേണമെങ്കിൽ നിന്ന് വായിക്കാം. അവർ ഓരോ ഇതും ഫോട്ടോ എടുത്ത് ക്ലിയറാക്കി തന്നെ വെച്ചിട്ടുണ്ട്. നമുക്കത് ബ്ലറായിട്ടോ ഒന്നുമല്ല, എല്ലാം വായിക്കാൻ പറ്റുന്ന രീതിക്കാണ്. നല്ല കട്ടിക്കാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ അത് നല്ല ഫോട്ടോ ആയിട്ടാണ് അവരെടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരുപാടുണ്ട്. പിന്നെ വേളാങ്കണ്ണി മാതാവിൻ്റെ അത്ഭുതങ്ങളൊക്കെ അവർ മുകളിൽ വരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അത് പിന്നെ ആവേ മരിയ എന്ന് പറഞ്ഞ സെൻറ്ററിൽ പോകുമ്പോഴും അവിടെയും ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇതാണ് വേളാങ്കണ്ണി മാതാവിൻ്റെ അത്ഭുതങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ അവിടുത്തെ പള്ളി, അതൊക്കെ പള്ളിക്കകത്തത്തെ സംഭവങ്ങൾ, വേളാങ്കണ്ണി മാതാവ് രക്ഷിച്ച ആൾക്കാർ, വേളാങ്കണ്ണി മാതാവിൻ്റെ ഫോട്ടോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട്. നല്ല രസമാണ് ഗൈസ്. അതിനകത്ത് നമ്മൾ നടക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തോ ഒരു പോസിറ്റീവ് വൈബാണ്, പോസിറ്റീവ് ഫീലിംഗ് ആണ് നമുക്ക് വരുന്നത്. ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ ജിനോ കണ്ടില്ല വീഡിയോ എടുത്തത്. അവൻ അതിനിടയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നുകൂടെ കാണിച്ചു തരാം ഗൈസ്.
ഗൈസ് പിന്നെ വേറെ സ്റ്റാർ ചർച്ചിൻ്റെയൊക്കെ എങ്ങനെയാണ് അത് ഫസ്റ്റിലത്തെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ എല്ലാ പള്ളിയുടെയും ഫോട്ടോ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. എനിക്കിങ്ങനെ പണ്ടത്തെ പുരാതന വസ്തുക്കളൊക്കെ കണ്ടുപിടിക്കാനും ഇങ്ങനെ എന്തെങ്കിലും പഴയ ബുക്ക് വായിക്കാനും അങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാണാൻ ഇഷ്ടമാണ്, വായിക്കാൻ ഇഷ്ടമാണ്, അതൊക്കെ തൊടണം അങ്ങനെയൊക്കെ തോന്നാറുണ്ട് എനിക്ക്. അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ഗൈസ് കമൻറ്റ് ചെയ്യണേ നിങ്ങൾ. ഞാൻ എപ്പോഴും ഞാൻ ഇടുന്ന വീഡിയോയ്ക്കൊക്കെ കമൻറ്റ് ചെയ്യാൻ പറയും. പക്ഷെ നിങ്ങളെല്ലാവരും കാണാൻ മാത്രമേ ഉള്ളൂ, എനിക്ക് കമൻ്റ് ഒന്നും ഇടുന്നില്ല ഗൈസ്. നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യേ, എന്നാലേ എനിക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആവത്തുള്ളൂ. നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ കമൻ്റൊക്കെ ഇടണം ഗൈസ്. ഇത് പോർച്ചുഗീസുകാരെ രക്ഷിച്ചതിൻ്റെ ഇതാണ് കേട്ടോ കാണിച്ച് ചെയ്യുന്നത്. അവർ അവിടെ കടലിലൊക്കെ പെട്ടുപോയപ്പോഴത്തേക്ക് രക്ഷിച്ചതാണ്. പിന്നെ ഇത് അവിടുത്തെ ആ ഏരിയ, ബിൽഡിങ്സ്, അതിനെയൊക്കെ കുറിച്ചാണ് കാണിച്ചത്. പിന്നെ ഗൈസ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അവിടുത്തെ ബീച്ചിലോട്ട് പോയി ഗൈസ്. ആക്ച്വലി ഇങ്ങനെ അല്ലായിരുന്നു ഞങ്ങൾ വന്നത്. എനിക്ക് തോന്നുന്നു 2020 ഗൈസ് ഞങ്ങൾ ഫസ്റ്റ് ടൈം വന്നത്. അന്നേരം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇതിപ്പോൾ ഒരു പുഴയിൽ മറ്റേ കല്ലടുക്കിയിട്ടേക്കുന്നില്ലേ, അതുപോലെയാണ് ഗൈസ്. പക്ഷേ നമ്മൾ ഫസ്റ്റ് ടൈം വന്നപ്പോഴത്തേക്കും ഇങ്ങനെ അല്ലായിരുന്നു. ഈ കല്ലൊന്നും ഇല്ലായിരുന്നു, നിറച്ച് കടയൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഇപ്പോൾ പിന്നെ ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നമായതുകൊണ്ട് കടയൊന്നുമില്ല. പിന്നെ അവിടെ മൊത്തം ആൾക്കാരൊക്കെ ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആക്ച്വലി കല്ലൊന്നും അത്രയും ഇഷ്ടപ്പെട്ടില്ല. കല്ലിടാത്തതല്ലേ അതിൻ്റെ ഒരു രസം. പണ്ടത്തെ പോലെ തന്നെ മതിയായിരുന്നു. ഇപ്പോൾ നമുക്ക് പണ്ടാണെങ്കിൽ ഒരുപാടൊക്കെ കാണാനുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് അത്രയൊന്നും കാണാനില്ല. പിന്നെ അവിടുത്തെ താമരക്കുളത്തിലൊക്കെ എന്തോ പണിയൊക്കെ ചെയ്യുന്നവർ. അപ്പോൾ അത് കഴിഞ്ഞ തവണ വന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഗൈസ്. പക്ഷേ നിങ്ങൾക്ക് വരാം കേട്ടോ. പിന്നെ ഞങ്ങളവിടെ നിന്ന് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിട്ട് നേരെ നടന്ന് ഫുള്ള് കാണാനൊക്കെ ഇറങ്ങി. പക്ഷെ ഞങ്ങൾ ഒട്ടകത്തിനെ കണ്ട് ഗൈസ്. പിന്നെ അവിടെ നല്ല വെയിലുണ്ടായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു, പക്ഷെ കാറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ബാലൻസ് ആയിപ്പോയി. പിന്നെ ഞങ്ങൾ കൂണ് കഴിച്ചു ഗൈസ്. കൂണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് അത്രയ്ക്ക് മുളക് പൊടി ഇട്ട് തന്നില്ല, പക്ഷെ എനിക്ക് മുളക് പൊടി ഇഷ്ടമാണ്, വെറുതെ തിന്നാനും ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ റൂമിനകത്തിരുന്ന് വെറുതെ ബോറടിക്കുമ്പോഴത്തേക്കും കളിക്കാൻ വേണ്ടിയിട്ട് യുണോ കാർഡ് മേടിച്ച്. ചേട്ടന് യുണോ കാർഡ് വേണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പം നമ്മൾ മേടിച്ച്, അതാകുമ്പോൾ നമുക്ക് റൂമിൽ ഇരുന്ന് കളിക്കാമല്ലോ. പിന്നെ ഞങ്ങൾ അവിടുത്തെ ചെറിയൊരു പള്ളിയിൽ പോയി അവിടെ കുറേ നേരം ഇരുന്നു. പിന്നെ അവിടെ മാതാവിൻ്റെ മടിയിൽ ഈശോനൊക്കെ എടുത്തിരിക്കുന്ന ഒരു സ്റ്റാച്ചു ആണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഗൈസ് എപ്പം നമ്മൾ പോയാലും അവിടെ നിറച്ച് ആൾക്കാർ കാണും ഗൈസ്, ആണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ നമ്മൾ നേരെ വേളാങ്കണ്ണി പള്ളിയിലോട്ട് പോയിട്ട് മുകളിൽ കയറണമെന്നുണ്ടായിരുന്നു ഗൈസ്. ഞങ്ങൾ വന്നതിൻ്റെ അന്ന് സൺഡേ ആണ് ഞങ്ങൾ വന്നത്. സൺഡേ വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് രാവിലെ പൂജ കാണാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളിവിടെ വന്നാണ് 6 മണിക്കത്തെ തമിഴ് പൂജ കണ്ട് ഗൈസ്. പിന്നെ നമുക്ക് മുകളിൽ കയറണമെന്നുണ്ടായിരുന്നു. പിന്നെ രാത്രിയാണ് നമ്മൾ കയറിയില്ല, രാത്രിയാണ് പൂജ തീർന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് മുകളിൽ കയറാമെന്ന് വിചാരിച്ചു ഗൈസ്. പള്ളിക്ക് മുകളിലും ഒരു ആരാധന സെൻറ്റർ പോലത്തെ ഒരു ഇതുണ്ടായിരുന്നു ഗൈസ്. പിന്നെ പള്ളിക്ക് മുകളിൽ തന്നെ കൃപാസന മാതാവിൻ്റെ ഒരു ഫോട്ടോ ആയിരുന്നു ഉണ്ടായിരുന്നത് ഗൈസ്. പിന്നെ നമ്മൾ നേരെ അതിനകത്ത് കയറി കുറേ നേരം അതിനകത്തിരുന്നു ഗൈസ്. നമുക്ക് അവിടെ ഇരിക്കുമ്പോഴത്തേക്കൊക്കെ നമുക്കെന്തോ ഒരു പോസിറ്റീവ് വൈബൊക്കെ തോന്നും ഗൈസ്. ഫുൾ ഓഫ് പോസിറ്റീവാണ്, അങ്ങനെ നമുക്ക് തോന്നത്തുള്ളൂ ഗൈസ്. കാരണം അതിൻ്റെ എന്തോ ഒരു പ്രത്യേകതയാണ്. ഞങ്ങൾ എന്നിട്ട് അവിടെ കുറേ നേരം ഇരുന്ന് ഗൈസ്. ഒരു വൈകുന്നേരം 6 മണി എന്തോ ആയെന്ന് തോന്നുന്നു ഗൈസ്. 6 മണി തന്നെ ഗൈസ്, അറിയാൻ വയ്യ ഗൈസ്, ഞാൻ നോക്കിയില്ലായിരുന്നു അന്നേരം, സമയമൊക്കെ ആരും നോക്കുന്നത്. പിന്നീട് ഞങ്ങൾ പുറത്തിറങ്ങി കുറേ നേരം വ്യൂ കണ്ടുകൊണ്ടിരുന്നു ഗൈസ്. പിന്നെ ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, പോയിട്ട് വെറുതെ തിന്നിട്ട് കിടന്നുറങ്ങിയാൽ പോരെ ഗൈസ്. നിങ്ങളിത് കണ്ടോ ഗൈസ്, ഈ സൺസെറ്റിൻ്റെ ആ ഒരു പ്രകാശമില്ലേ, അതിൽ നിന്ന് തിരിച്ച് ആകാശത്തോട്ട് ഒരു വെട്ടം പോകുന്ന പോലെ കണ്ട് ഗൈസ് ഞങ്ങൾ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.